എൻ്റെ ഭാര്യ പറയുന്ന വർത്താനുണ്ട്, ഇപ്പം കുഞ്ഞുങ്ങൾ പറക്കട്ടെ. ഞാൻ ചോദിച്ചു എപ്പാ പിടിക്കുക? അവളൊരു 15 വയസ്സ് കഴിഞ്ഞിട്ടാ പിടിക്കുക. 15 വയസ്സ് കഴിഞ്ഞിട്ട് പിടിക്കൂ. ഓളല്ല, ആ കുഞ്ഞനോളെ കഴുത്ത് പിടിച്ച് മുരുണ്ടും. അതാ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ ഭാര്യയോട് ഈ ചൊട്ടയിൽ നമ്മൾ ശീലം പഠിപ്പിക്കണ്ടേ, ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടേ, ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ വെള്ളം കൊടുക്കണ്ടേ, അവരെ അഭിസംബോധന ചെയ്യണ്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞതെന്നറിയോ, ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഞാൻ ചോദിച്ചു എന്തിന്? നമ്മളെപ്പോലെ ആയിപ്പോരുത് നമ്മളെ മക്കൾ. അതാണ് ഓളെ വാദം. ഉമ്മക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളെല്ലാം ഓക്ക് കിട്ടണം പോലെ എൻ്റെ മോക്ക്. ഞാൻ ചോദിച്ചു ഉമ്മക്ക് കിട്ടാത്ത എന്തെന്നാ? എൻ്റെ അച്ഛൻ പണ്ട് തന്നെ ടൂറിനൊന്നും വിട്ടിക്കില്ല, അതുകൊണ്ട് ടൂറോട് ടൂറ്. ഇവിടെ നിന്നിട്ട് ഇടക്കിടക്ക് സ്കൂളിൽ പോയി ചോദിക്കുക ടൂറില്ല. മാഷ് പറഞ്ഞു കൊല്ലത്തിലൊരിക്കലല്ലേ ടൂറ്. അങ്ങനെയല്ല, എപ്പം പോയിക്കോളി നിങ്ങൾ. കാരണം എന്താ, എൻ്റെ അച്ഛനെ പോലെയല്ല ഞാളെല്ലാം ഇപ്പം വിടുവാൻ തയ്യാറാന്ന് അവള് പറഞ്ഞത്. ടൂറ് പോകണം പോലും. എൻ്റെ അച്ഛൻ എനിക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നില്ല, അതുകൊണ്ട് ഇവന് ബൈക്ക് തന്നെ ആയിക്കോട്ടെ. എൻ്റെ അച്ഛൻ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നില്ല, അതുകൊണ്ട് ഈറ്റേക്ക് മൊബൈൽ ഫോൺ 2 ആയിക്കോട്ടെ, വീട്ടിൽ നിന്നൊന്ന് വെറുതെ വെക്കുവിനൊന്ന്. അങ്ങനെ ഉമ്മക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അവർ വാങ്ങട്ടെ, അവരുടെ മുടി അവരിഷ്ടത്തിന് വളർത്തട്ടെ എന്നൊക്കെ പറയുന്ന ഉമ്മമാർക്ക് പിന്നീട് എല്ലാം അവരുടെ ചിന്തയിൽ നിയന്ത്രണത്തിലാവുമ്പോൾ ആ കുട്ടികൾ ഉമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള ബോധം ഉണ്ടായാൽ മതി.